we will move on to the second problem of in FEM. ഈ പ്രോബ്ലം നിങ്ങളുടെ ഞാൻ അയച്ചിരുന്ന PDF പേജ് 120-121 അവൈലബിൾ ആണ്. സോ ക്വസ്റ്റൻ ഇതാണ്: കൺസിഡർ എ ബാർ ആസ് ഷോൺ ഇൻ ഫിഗർ 10. The cross sectional area of the bar is 750 mm square. A is equal to 750 mm square, and the Young's modulus value E is equal to 2 into 10 raised to 5 Newton per mm square. Then if U1 is equal to 0.5 mm and U2 is equal to 0.625 mm, calculate the following എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റനിൽ തന്നേക്കുന്ന ഫിഗറിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അതൊരു 2 നോഡഡ് 1 ഡയമെൻഷണൽ ബാർ എലമെൻ്റ് ആണ്. ഓക്കെ, അതായത് ഈ കാണുന്നത് തന്നെയാണ് എലമെൻറ്റ്. അതിന് 2 നോട്ട്സ് ഉണ്ട്, 1 and 2. ദെൻ U1 ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത് 0.5 mm and U2 ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ 0.625 mm. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഫിഗറിൽ മാർക്ക് ചെയ്തേക്കുന്നതനുസരിച്ച് x1 is equal to 375 mm, x2 is equal to x is equal to 500 mm and x2 is equal to 575 mm എന്ന് 3 ഡേറ്റയും കൂടെ അതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂഷ്വലി നമ്മൾ 1 ഡയമെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എക്സ് ഡയറക്ഷൻ മാർക്ക് ചെയ്യും. ആൻഡ് വി ടേക്ക് ദിസ് പോയിൻ്റ് ആസ് 0. അതായത് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് പറയുവാണെങ്കിൽ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് എക്സ് വാല്യൂസ് കൗണ്ട് ചെയ്ത് തുടങ്ങുന്നതെന്നാണ്. ഈ ഒരു പ്രോബ്ലത്തിൽ ഓൾറെഡി x1 ഇവിടെ 375 എന്നൊരു വാല്യൂ ഉണ്ട്. അതായത് ഇങ്ങനെ പോയി വേറെ ഏതൊരു പോയിന്റിലാണ് നമ്മുടെ ആക്ച്വൽ എക്സ് ആക്സിലെ 0 എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്ന് 375 യൂണിറ്റ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ നോഡ് വരുന്നത്. ദെൻ 575 മീറ്റർ യൂണിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് നോഡ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് x2 മൈനസ് x1 എടുത്താൽ ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ ബാറിൻ്റെ ലെങ്ത്ത് L എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അതായത് ലെങ്ത് L ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു 575 മൈനസ് 375. 200 mm എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ നമ്മുടെ ആ ഒരു എലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഞാൻ ക്വസ്റ്റ്യൻ്റെ ബാക്കിയോട് പറയാം. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് വേരിയബിൾസ്, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻറ്റ് P. ഓക്കെ, ക്വസ്റ്റ്യനിൽ P എന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തുള്ള എക്സിൻ്റെ വാല്യൂ ആണ് 500 എന്ന് പറഞ്ഞേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ബാർ ഹാവിങ് എ ലെങ്ത് ഓഫ് 200 mm. ദെൻ അതിൻ്റെ ഇനിഷ്യൽ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 375 ഇവിടെ നിന്ന് മൂവ് ചെയ്ത് 375 മൂവ് ചെയ്ത് 500 എത്തുന്ന പോയിന്റ്, എക്സിൻ്റെ വാല്യൂ 500 എത്തുന്ന പോയിന്റിലാണ് നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന എല്ലാ വേരിയബിൾസും. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് U, ദെൻ സ്ട്രെയിൻ E, സ്ട്രെസ് സിഗ്മ, സ്റ്റിഫ്നെസ് മെട്രിക്സ് K ആൻഡ് സ്ട്രെയിൻ എനർജി U. ഇത്രയും വേരിയബിൾസാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ദെൻ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് യുവിൻ്റെ വാല്യൂ ആണ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻറ്റ് P. നമ്മൾ നേരത്തെ തന്നെ നോക്കിയതാണ് യുവിൻ്റെ ഇക്വേഷൻ. വി ഹാവ് n1 u1 പ്ലസ് n2 u2 where n1 is equal to L minus x by L and n2 is equal to x by L. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന പോയിൻറ്റ് P എന്ന് പറയുന്നത് 500 mm. നമ്മൾ ലെങ്ത്ത് 200 എന്ന് എടുക്കുമ്പം ഇവിടെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്, അതായത് ഈ 2 പോയിൻറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ നമ്മളപ്പം ഈ 500 എന്ന് പറയുന്ന പോയിൻറ്റും ഈ ഒരു പോയിൻറ്റിന് വിത്ത് റെസ്പെക്റ്റ് ടു എത്ര ഡിസ്റ്റൻസിലാണെന്ന് നോക്കണം. അതായത് ഈ ഒരു പോയിൻറ്റ് 0 ആണെന്ന് അസ്യൂം ചെയ്താൽ ഈ പറഞ്ഞ 500-ന് പകരം വരാനുള്ള വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സിമ്പിളാണൊന്നുമില്ല, 500 മൈനസ് 375 എത്രയാണ്, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അത്രയും കണ്ടുപിടിച്ചാൽ മതി. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി 500 മൈനസ് 375. 125 mm എന്ന വാല്യൂ ആയിരിക്കും നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത്
ഇത് 0 നിന്നല്ല സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ നമ്മളിത് 0 നിന്നാണെന്ന രീതിയിൽ മാറ്റുമ്പം എക്സ് എന്ന് പറയുന്ന പോയിൻറ്റ് എത്ര ഡിസ്റ്റൻസിലാണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ we can find the value of n1 and n2. n1 and n2 നമ്മൾ രണ്ടും കണ്ടുപിടിക്കുന്നത് x ഈക്വൽ ടു 125 എന്ന് പറയുന്ന വാല്യൂവിലാണ്. ഓക്കെ, സോ ടോട്ടൽ ലെങ്ത് L is equal to 200 ആയിരുന്നു, മൈനസ് 125 എക്സിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് 200. അതേപോലെ തന്നെ n2 എന്ന് പറയുന്നത് എക്സ് ബൈ എൽ, എക്സിൻ്റെ വാല്യൂ 125 ഡിവൈഡഡ് ബൈ എൽ വാല്യൂ 200. We'll get n1 is equal to 0.375 and n2 is equal to 0.625. Okay, so ഈ രണ്ട് വാല്യൂസ് നമ്മൾ നേരെ ഈ ജനറൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് u is equal to 0.375 ഇൻറ്റു u1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.5 mm, 0.5 പ്ലസ് n2ൻ്റെ വാല്യൂ 0.625 ഇൻറ്റു u2ൻ്റെ വാല്യൂ again 0.625, and you will get the answer as 0.5781. Okay, so this is the value of displacement u at point P, u at the point. അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്, ഇ. നമ്മൾ മുമ്പ് ഇങ്ങനെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രെയിൻ ഇ ഇസ് ഈക്വൽ ടു മെട്രിക്സ് ബി ഇൻറ്റു യു എലമെൻറ്റ്. ഇത് കോളം മെട്രിക്സ് ആണ്, യു എലമെൻറ്റ്. അതെന്തായിരുന്നു? വിച്ച് ഇസ് ബി, വേർ ബി ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ആൻഡ് യു എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഓർ ഇൻ അതർ ടേംസ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ഇവിടുത്തെ കേസിൽ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ മാർക്ക് ചെയ്യാം. ദെൻ ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു? ഇ ഈസ് ഈക്വൽ ടു മെട്രിക്സ് ബി ഇൻറ്റു u1 u2, ഇതായിരുന്നു എൻ്റെ എക്സ്പാൻഷൻ. ആൻഡ് ബിയുടെ വാല്യൂ നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് -1/L ആൻഡ് 1/L എന്നായിരുന്നു വന്നിരുന്നത്. ബി ഈസ് ഈക്വൽ ടു d/dx ഓഫ് n1 n2 എന്ന് ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷൻ നമ്മൾ മുമ്പ് നോക്കിയിട്ടുള്ളതായിരുന്നു. അതായത് ഷേപ്പ് ഫംഗ്ഷൻ്റെ എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂസ് കിട്ടുന്നത്, സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഇ ഈസ് ഈക്വൽ ടു -1/L 1/L. നമ്മുടെ എൽ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. ദറ്റ് ഈസ് -1/200 ദെൻ 1/200 ഇൻറ്റു u1 ആൻഡ് u2ൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 0.5 ആൻഡ് 0.625. ഓക്കെ, സോ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മെട്രിക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയുടെ വാല്യൂ കിട്ടും. ഇ ഈസ് ഈക്വൽ ടു -1/200 ഇൻറ്റു 0.5 -1/200 ഇൻറ്റു 0.5 ആൻഡ് പ്ലസ് 1/200 ഇൻറ്റു 0.625, 1/200 ഇൻറ്റു 0.625. We'll get that value as 6.25 into 10 raised to -4 എന്നൊരു വാല്യൂ കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ വാല്യൂ ഫോർ സ്ട്രെയിൻ ഇ. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആക്ച്വൽ ലെങ്ത് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. സോ അതിന് യൂണിറ്റ് ഒന്നുമില്ല. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടിയിരിക്കുകയാണ് ഇ എന്നുള്ളത്. ഓക്കെ, അടുത്ത ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്, സിഗ്മ. തേർഡ് വാല്യൂ സിഗ്മ. ദെൻ സിഗ്മ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് മുമ്പേ ഒരു ഇക്വേഷൻ അറിയാം. സ്ട്രെസ്സും സ്ട്രെയിനും യങ്സ് മോഡുലസുമായിട്ടുള്ള റിലേഷൻ എന്തായിരുന്നു? സ്ട്രെസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇ ഇൻറ്റു സ്ട്രെയിൻ എന്നാണ്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന യങ്സ് മോഡുലസ് വാല്യൂ എത്രയായിരുന്നു? 2 ഇൻറ്റു 10 raised to 5 ഇൻറ്റു നമ്മുടെ സ്ട്രെയിനിൻ്റെ വാല്യൂ ഇപ്പം കിട്ടിയിരിക്കുന്നത് 6.25 ഇൻറ്റു 10 raised to -4. സോൾവ് ചെയ്യുമ്പോൾ get that as 125 Newton/mm². ഓക്കെ, സോ നമ്മുടെ മൂന്നാമത്തെ വേരിയബിളും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്.
ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് കെ. സ്റ്റിഫ്നെസ് മെട്രിക്സ് കെയുടെ വാല്യൂ നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്നത് എപ്പോഴും കാണാതെ തന്നെ ഓർത്ത് വെച്ചിരിക്കുക. AE/L × 1 - 1 - 1 1. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം മെജോറിറ്റിയും വൺ ഡയമെൻഷണൽ പ്രോബ്ലംസ് തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ എല്ലാം ഈ വൺ ഡയമെൻഷണൽ ബാർ എലമെൻ്റ് കേസിലുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഈ ഒരു വാല്യൂ, ഇത് ജനറൽ വാല്യൂ അല്ല, വൺ ഡയമെൻഷണൽ ബാർ എലമെൻ്റ് കേസിലുള്ള വാല്യൂ ആണ്. ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ദെൻ ഇതിനകത്തോട്ട് നമുക്ക് ജസ്റ്റ് ആ വേരിയബിൾസിൻ്റെ വാല്യൂ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ A = 750 mm² ആണ്. അതുപോലെ തന്നെ യങ്സ് മോഡുലസ് ഇയുടെ വാല്യൂ 2 × 10⁵ Nm² ആണ്. ദെൻ നമ്മുടെ ലെങ്ത്തിൻ്റെ വാല്യൂ ഈസ് 200 ആണ്. × 1 - 1 - 1 എന്ത് കിട്ടും? ഗെറ്റ് ദ വാല്യൂ ആസ് 7.5. ഇവിടെ 200 2 ക്യാൻസൽ ആയി പോകും. 10⁵ 10⁵3 ആയിട്ട് മാറും. ഓക്കെ, സോ 10⁵3. പിന്നെ ഇവിടെ നിന്ന് ഒരു 2 കൂടെ എടുത്തു കഴിഞ്ഞാൽ 10⁵5ൻ്റെ ടേംസിലിട്ട് എഴുതിയാൽ 7.5 × 10⁵ × 1 - 1 - 1 ഇതായിരിക്കും നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂ. ഇത് ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അസംബ്ലി ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ വാല്യൂസ് വേണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 4 നോഡ് എലമെൻ്റ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. 1 2 3 4 4 നോഡ്. അപ്പോൾ ഈ ഓരോ എലമെൻറ്റിൻ്റെയും കേസിൽ ഒരേ ക്രോസ് സെക്ഷണൽ ഏരിയ ഒരേ ലെങ്ത്തും ഒക്കെ ആണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദിസ് 7.5 × 10⁵ എന്നൊരു കോമൺ വാല്യൂ ആയിട്ട് വരും. അതല്ല അത് ഡിഫറൻറ്റ് വാല്യൂസ് ആവുന്ന കേസുകളിൽ, സപ്പോസ് ഇപ്പോൾ ആദ്യത്തെ എലമെൻ്റെ കേസിൽ എനിക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂ ഇസ് ലൈക്ക് 0.625, രണ്ടാമത്തേൽ ഇറ്റ് ഈസ് 0.3, മൂന്നാമത്തേൽ 0.2 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കോമൺ ഫാക്ടർ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അത്ര സിറ്റുവേഷൻസിൽ നമ്മൾ ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഈ മെട്രിക്സിനെ തന്നെ 7.5 × 10⁵, 7.5 × 10⁵ മൈനസ് 7.5 × 10⁵, 7.5 × 10⁵ എന്ന ഫോർമാറ്റിൽ എഴുതേണ്ടി വരും. ഇത്രയും വലിയ ടൈമായിട്ട് വരത്തില്ല, കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്തില്ല. നമ്മൾ 10⁵ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എടുത്തിട്ട് നമ്മൾ യൂഷ്വലി എഴുതാറുള്ളത് ലൈക്ക് 7.5 - 7.5 7.5 7.5 ഇങ്ങനെയായിരിക്കും നമ്മൾ ആ മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്താലേ നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും ഇവിടെ 7.5ൻ്റെ കൂടെ രണ്ടാമത്തെ എലമെൻ്റ് വാല്യൂ സൈഡിപ്പം ഒരു 0.3 ആണെങ്കിൽ 0.3 എന്നൊരു വാല്യൂ അങ്ങനെ വരും. അതിൻ്റെ പ്രോബ്ലം വരുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് കെ വരെയുള്ള വാല്യൂസ് കണ്ടുപിടിച്ചു. പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്ട്രെയിൻ എനർജിയാണ് യു. അതിനും ഇക്വേഷൻ നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ളതായിരുന്നു. 1/2 × U elemental into stiffness matrix K into U element. അതൊരു ട്രാൻസ്പോസും കൂടെ ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ രണ്ടുമൂന്ന് ഇക്വേഷൻസ്, അതായത് സ്ട്രെയിൻ എനർജി, സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്, സ്റ്റിഫ്നെസ് മെട്രിക്സ്, അങ്ങനത്തെ വാല്യൂസ് എല്ലാം നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചിരിക്കണം. എങ്കിലേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഇതിനകത്തോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും. 1/2 × U എലമെൻറ്റിൻ്റെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഇതാണ് U1 U2. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോ മെട്രിക്സ് ആണ്. U1 U2 ഇൻറ്റു കെയുടെ വാല്യൂ എന്തായിരുന്നു നമ്മളുടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 7.5 × 10⁵ ഇൻറ്റു 1 - 1 - 1 1 1 - 1 - 1 ഇൻറ്റു 7.5 × 10⁵. ഓക്കെ, ദെൻ ഇൻറ്റു എഗെയിൻ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, കോളം മെട്രിക്സ് U1 U2. സോ ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1/2 ഇൻറ്റു U1 U2 ഇതിൻ്റെ വാല്യൂസ് എത്രയായിരുന്നു? 0.5 ആൻഡ് 0.625 ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂസ്. ദെൻ 7.5 ഇൻറ്റു 10⁵ ജസ്റ്റ് ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ഇൻറ്റു 1 - 1 - 1 1 സ്റ്റിഫ്നെസ് മെട്രിക്സ് വാല്യൂ ഇൻറ്റു അഗെയിൻ U1 U2 0.5 ആൻഡ് 0.625. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് മെട്രിക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാം. 1 × 0.5 ഗെറ്റ് അസ് 0.5, ദെൻ -1 × 0.625 പ്ലസ് -1 × 0.625 ആയതുകൊണ്ട് അഗെയിൻ ഒരു മൈനസ് ഒന്നും കൂടെ വരും. 1 × ഓക്കെ 0.625 എന്ന് വരും. ദെൻ രണ്ടാമത്തെ റോയിൽ -1 × 0.5 -0.5 പ്ലസ് 1 × 0.625 0.625.
ഓക്കെ, ഇതായിരിക്കും മെട്രിക്സിൻ്റെ വാല്യൂ വരുന്നത്. ദെൻ ഇപ്പോഴത്തുണ്ടായിരുന്ന ടേംസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. 1/2 ഇൻറ്റു 0.5 0.625 മെട്രിക്സ് ഇൻറ്റു 7.5 ഇൻറ്റു 10⁵. ഈ വാല്യൂസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് 1/2 ഇൻറ്റു 7.5 ഇൻറ്റു 10⁵ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്താൽ ഇൻറ്റു 0.5 ഇൻറ്റു 0.625 ഇതാണ് സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ അപ്പോൾ സോൾവ് ചെയ്ത് കൂടെ എഴുതാം. 0.5 0.625 സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 0.5 മൈനസ് 0.625 മൈനസ് 0.125, രണ്ടാമത് മൈനസ് 0.5 പ്ലസ് 0.625, ദാറ്റ് ഈസ് പോസിറ്റീവ് 125. ദെൻ അഗെയിൻ ഈ രണ്ട് മെട്രിക്സും കൂടെ സോൾവ് ചെയ്യണം. 1/2 ഇൻറ്റു 7.5 ഇൻറ്റു 10⁵ ഇൻറ്റു 0.5 ഇൻറ്റു മൈനസ് 0.125, 0.5 ഇൻറ്റു മൈനസ് 0.125, then plus 0.625 into 0.125, 0.625 into 0.125. Solve with the we'll get the answer as 5859.37 Newton millimeter എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസറാണ്. സോ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന എല്ലാ വേരിയബിൾസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് യു, ദെൻ strain E, stress sigma, stiffness matrix value of K, then strain energy is capital U. Okay.